അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ അൽ ഇജാബയുടെ പുതിയ ഒരു ലൈവ് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാ ശനിയാഴ്ചയുമാണ് ഇന്ത്യൻ സമയം 7:45 മുതൽ 8:45 വരെ അൽ ഇജാബയുടെ ലൈവ് എപ്പിസോഡുകൾ നമ്മൾ നടത്താറുള്ളത്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി പീസ് റേഡിയോയുടെ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുള്ളത് ഉസ്താദ് ഹംസ മദീനി അവർകളാണ്. ഇന്നത്തെ വിഷയം മയ്യത്ത് പരിപാലനം, മയ്യത്ത് സംസ്കരണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മരണം. ഉറ്റവരുടെയും ഉടയവരുടെയും മരണം സംഭവിക്കുമ്പോൾ വിറങ്ങലിച്ച് നിൽക്കുക സ്വാഭാവികമാണ്. ഏതെല്ലാം തരത്തിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾ, കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ, ആ സമയത്ത് ഒരു ടെൻഷനും മറ്റുമൊക്കെ നേരിടുക സ്വാഭാവികമാണ്. നിർബന്ധമായും ഓരോരുത്തരും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഉണ്ടാകാം. എന്ന് ഇൻഷാ അല്ലാഹ് ആ സംശയങ്ങൾക്ക് ദൂരീകരണം നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഹംസ മദീനി നമ്മോടൊപ്പമുണ്ട്. സർ, മയ്യത്തു സംസ്കരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് മറ്റു വിഷയങ്ങൾക്കിടയിൽ. പലപ്പോഴും ആളുകൾക്കൊരു പ്രയാസം, പഠിച്ചവർക്ക് വരെ സ്വന്തം അനുഭവിക്കേണ്ടി വരുന്ന സമയത്തൊരു പ്രയാസം ഉണ്ടാകുന്ന വിഷയമാണ്. അറിഞ്ഞത് തന്നെ വീണ്ടും സംശയം വരുന്ന വിഷയങ്ങളാണ്. അതുപോലെ തന്നെയാണോ അല്ലേ? ഓരോ വിഷയങ്ങളും പെട്ടെന്നുണ്ടാകുന്നതാണല്ലോ. അപ്പോൾ സംശയങ്ങൾ തീർത്ത് ദൂരീകരിച്ച് നമുക്കൊരു ധൈര്യത്തോടു കൂടി കാര്യങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് വിഷയങ്ങളിൽ അവഗാഹമുണ്ടാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പീസ് റേഡിയോ മറ്റൊരുപാട് വിഷയങ്ങളിൽ ഇതുപോലത്തെ ഒരു ഫലപ്രദമായ സൗകര്യം വരുത്തുന്നത് പോലെ നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയമാണ്. ഇപ്പോൾ ഉസ്താദ് സൂചിപ്പിച്ച പോലെ അവനവൻ്റെ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അത് കൃത്യമായി വൃത്തിയായി ചെയ്യണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ സംശയങ്ങൾ. മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ചെയ്തു കൊടുക്കാൻ കഴിയാതിരുന്നാൽ എനിക്കത് ചെയ്യാൻ കഴിയാതെ പോയല്ലോ, ഞാനത് ശരിയായിട്ട് ചെയ്തില്ലല്ലോ എന്ന ആ ടെൻഷൻ സ്ഥിരമായി അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കഴിയുന്നതും മുഴുവനായി അറിഞ്ഞ് പഠിച്ച് ശരിക്കും ഇസ്ലാമികമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിനപ്പോൾ പഠിച്ചത് കൊണ്ട് ആയില്ല, നേരത്തെ തന്നെ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് ശ്രോതാക്കൾക്ക് പീസ് റേഡിയോയിലേക്ക് വിളിക്കാം, മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കാം. ഇൻഷാ അല്ലാഹ് മറുപടി നൽകപ്പെടുന്നതാണ്. ഏതായിരുന്നാലും നമുക്ക് നിരന്തരമായി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഉസ്താദ്. അപ്പോൾ അതിൽ 1-2 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ശരീരത്തിൽ എല്ലാ ഭാഗത്തും വെള്ളം തട്ടിയാൽ ഫർള് വീടും എന്നാണല്ലോ. ഒറ്റയായിക്കൊണ്ട് വെള്ളം ഒഴിക്കുക, ശരീരം മുഴുവൻ ഒഴിക്കുക തുടങ്ങി കുറേ സുന്നത്തുകൾ വേറെയുമുണ്ടല്ലോ. ഇതിൻ്റെ പ്രതിഫലം ആർക്കാണ് ലഭിക്കുക? കുളിപ്പിക്കുന്നവർക്കാണോ അതോ മയ്യത്തിനോ? വളരെ ചെറിയ ചോദ്യമാണ്. ആർക്കാണ് പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മയ്യത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തുക എന്നത് ആണ് കുളിപ്പിക്കലിൻ്റെ നിർബന്ധം. അത് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അതോടൊപ്പം മയ്യത്തിൻ്റെ ശരീരത്തിൽ അഴുക്കുകളൊന്നും ഇല്ലാതിരിക്കുക എന്നത് ഉറപ്പുവരുത്തലും ആ ഒരു നിർബന്ധത്തിൽപ്പെട്ടതാണ്. നമുക്ക് നീക്കിക്കളയാൻ പറ്റിയ അഴുക്കുകളൊന്നും നജസ്സുകളൊന്നും മയ്യത്തിൻ്റെ ശരീരത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുക കൂടി നാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും ആ ഒരു നിർബന്ധ ബാധ്യതയിൽ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചോദ്യത്തിലുള്ളത് ആർക്കാണ് പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, സുന്നത്തായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഇനി സുന്നത്തിൻ്റെയും അപ്പുറത്ത് ഒരു കാര്യം അതിൻ്റെ പെർഫെക്ഷനിൽ നിർവഹിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. സുന്നത്താണ്, അതോടൊപ്പം തന്നെ
ഇനി സുന്നത്ത് തന്നെ ആണ് എന്ന് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതുകൂടിയായാൽ അതിൻ്റെ ഒരു ഭംഗിയായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ തന്നെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് ഈ ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ്. ഇത് നമ്മൾ ആ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയോട് നാം ചെയ്യുന്ന ഒരു ബാധ്യത കൂടിയാണ് എന്ന ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അദ്ദേഹത്തോട് നമുക്ക് കാണിക്കാനുള്ള ബാധ്യതകൾ, അദ്ദേഹത്തിന് നമ്മിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശമാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതേപോലെ തന്നെ നമസ്കരിച്ച് മറമാടുക എന്നത് അദ്ദേഹത്തിന് നമ്മിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു അവകാശമാണ്. കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കിട്ടേണ്ടുന്ന ഒരു അവകാശമാണ്. മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾക്ക് കിട്ടേണ്ട അവകാശമാണ്. ആ അവകാശം നമ്മൾ കൊടുത്തിരിക്കണം. അത് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നാം ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണെന്ന് മാത്രം. ശരി, അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. വളരെ കൃത്യമായ ഒരു മറുപടിയാണ്. അൽഹംദുലില്ലാ, പ്രതിഫലം കിട്ടും എന്ന് മാത്രമല്ല, നജസ്സുകൾ നീക്കം ചെയ്യാതിരുന്നാൽ അത് കുറ്റഗുരും കൂടിയാണ് എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ് നീക്കാൻ കഴിയുന്നത് നീക്കാൻ ചെയ്യാം. ചിലപ്പോൾ നീക്കാൻ കഴിയാത്തത് ഉണ്ടാകാം, കണ്ണിൽപ്പെടാത്തത് ബുദ്ധിമുട്ടില്ല, പക്ഷെ കൃത്യമാക്കണം എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. അപ്പോൾ അത് കുളിപ്പിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് തന്നെയാണ്. ജസാക്കുമുള്ള. മറ്റൊരു ചോദ്യം ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നമുക്ക് വന്നത് വായിക്കാമല്ലേ സർ? മയ്യത്ത് നിസ്കാരം പുരുഷന്മാർക്ക് മുമ്പ് സ്ത്രീകൾക്ക് നമസ്കരിക്കുവാൻ പാടുണ്ടോ? അത് പലപ്പോഴും നമ്മുടെ മയ്യത്ത് നമസ്കാരം സ്ത്രീകൾക്ക് പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ അതിന് പറയുന്ന ഒരു ന്യായമാണ്. പലപ്പോഴും സ്ത്രീകൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരാറില്ല, കുറവാണ് വരുന്നത്. മുജാഹിദ് പള്ളികളിൽ തന്നെ അല്ലെങ്കിൽ സലഫി പള്ളികളിൽ തന്നെ വളരെ കുറവാണ് വരുന്നത്. സൗകര്യമുള്ളിടത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അധികവും ഈ വീട്ടിൽ ഒരുമിച്ച് കൂടിയ സ്ത്രീകൾക്ക് അവിടെ നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. പലപ്പോഴും മയ്യത്തിൻ്റെ കുടുംബാംഗങ്ങൾ വളരെ വിഷമിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന ആളുകൾ ഇനി മയ്യത്ത് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോവുക, പുരുഷന്മാരോടൊപ്പം നമസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രയാസകരവുമാണ്. അപ്പോൾ അതിനാണ് അവർക്ക് ആ വീട്ടിൽ തന്നെ നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഇത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. പുരുഷന്മാർ ഒരുമിച്ച് നമസ്കരിക്കുന്നതിന് മുമ്പ് എങ്ങനെ സ്ത്രീകൾ നമസ്കരിക്കുക, പുരുഷന്മാരല്ല ചെയ്യേണ്ടത് എന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം തന്നെയില്ല. മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഫർള് കിഫായയാണ്. ഒരു മനുഷ്യൻ നിർവഹിച്ചാൽ അത് ആ ഒരു മനുഷ്യൻ എന്നത് ആണ് തന്നെയാകണമെന്നില്ല. പ്രയോറിറ്റി പുരുഷനും സ്ത്രീക്കൊന്നില്ല. ഇല്ല, ഒരു മനുഷ്യൻ നിർവഹിച്ചാൽ, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് നമസ്കരിക്കാനുള്ളത് ഒരു പെണ്ണ് മാത്രമാണെങ്കിൽ ആ പെണ്ണിൻ്റെ മേലാണ് അത് ബാധ്യതയായിട്ടുള്ളത്. അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പെണ്ണിന് വേണ്ടി എന്ത് ചെയ്യണം? അവളാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിന് ആണുങ്ങൾക്ക് ആണ് ബാധ്യതയുള്ളത്, പെണ്ണുങ്ങൾക്ക് ബാധ്യതയില്ല, പെണ്ണുങ്ങൾക്ക് സുന്നത്തേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വ്യത്യാസമില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ മൊത്തത്തിൽ ബാധ്യതയായിട്ടാണ് മയ്യത്ത് നമസ്കാരം. അതിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട്. പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗത്തും അതേപോലെ തന്നെ കഫൻ ചെയ്യുന്ന രംഗത്തും ഖബർ കളക്കുന്നതും ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിലുമൊക്കെ ആണുങ്ങളാണ് മുൻപന്തിയിൽ ഉണ്ടാവുക. കാരണം അത്തരം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആണുങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക. അതിനർത്ഥം പെണ്ണുങ്ങൾ ഈ രംഗങ്ങളിൽ നിന്നൊക്കെ പുറകോട്ടാണ് എന്നല്ല. അവർക്കും നമസ്കരിക്കാം, അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യാം. അഥവാ മയ്യത്ത് കുളിപ്പിക്കുന്നത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് കുളിപ്പിക്കേണ്ടുന്നത്, കഫൻ ചെയ്യേണ്ടുന്നത് അവരാണ്. സ്ത്രീകളാണെങ്കിൽ കഫൻ ചെയ്യേണ്ടുന്നത് അവരാണ്. അതേപോലെ തന്നെ അവർക്ക് നമസ്കരിക്കുകയും ചെയ്യാം. ആണുങ്ങളെപ്പോലെ തന്നെ അവർക്ക് നമസ്കരിക്കാം. ആണ് നമസ്കരിച്ചതിന് ശേഷമേ പെണ്ണ് നമസ്കരിക്കാൻ പറ്റൂ എന്നോ, ആണ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പെണ്ണ് നമസ്കരിക്കേണ്ടതില്ല എന്നോ ഇല്ല. എല്ലാവർക്കും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ആണിനും പെണ്ണിനുമൊക്കെ പ്രതിഫലം കിട്ടുന്നതാണ്. ആണും പെണ്ണുമൊക്കെ ഈ മരിച്ച മയ്യത്തിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് തന്നെ. പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങളിലൊക്കെയുള്ള ആളുകൾ, ഈ മരിച്ച വ്യക്തി ആണാകട്ടെ പെണ്ണാകട്ടെ മരിച്ചത്, അവരോട് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളായിരിക്കും. അവർക്ക് വേണ്ടി
ഈ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന അവരോട് അത്രയും അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരുപക്ഷെ റബ്ബ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, മറ്റുള്ളവരെക്കാളൊക്കെ കേൾക്കുന്നത് ആ ഒരു പെണ്ണിൻ്റെ പ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ട് അടുത്ത ബന്ധുക്കൾ കൂടിയാണല്ലോ. ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ലാത്ത ഇത്തരം കർമ്മശാസ്ത്രപരമായ മുൻഗാമികളായ ഇമാമിയങ്ങൾ പരിഗണിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിപ്പിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം മഹല്ലത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളും അതേപോലെ തന്നെ മഹല്ലിലെ പണ്ഡിതന്മാരും നിർത്തിവെക്കണമെന്നാണ് നമുക്ക് ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ആർക്കും ഈ മരിച്ച മയ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം കിട്ടണം എന്നുള്ള ആ ഒരു രംഗത്ത് അവരെ അതിൽ നിന്ന് തടയുന്നത്, അവൾ പെണ്ണായി എന്നതിൻ്റെ പേരിൽ തടയുകയും അതിനു മുമ്പ് ആണുങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന ന്യായം പറയുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുൻഗാമികളായ ഇമാമികൾ ആരും അങ്ങനെ ആണ് നമസ്കരിക്കുന്നതിൻ്റെ മുമ്പ് പെണ്ണ് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇത് ചില ന്യായങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും ആ ന്യായത്തിന് സ്ഥാനമില്ല ശറഇൽ എന്ന് നമ്മൾ അറിയണം. അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളിൽപ്പെട്ട ഒരു തെറ്റിദ്ധാരണ കൂടിയാണ്. പൊതുവേ സലഫികളുടെ വീടുകളിലൊക്കെ ഇത്തരത്തിൽ സ്ത്രീകൾ നമസ്കരിക്കാറുണ്ട്. പക്ഷെ മറ്റു വീടുകളിലും സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മഹല്ലത്ത് അംഗീകരിക്കുന്നില്ല. അപ്പം അത് മഹല്ലത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കൂടിയുള്ള ഒരു നിർദ്ദേശമായി കണ്ട് അതൊരു സതുപദേശം എന്നുള്ള നിലക്ക് സ്വീകരിക്കണമെന്നാണ്. ഇപ്പോൾ ഹദീസുകളിലൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയൊക്കെ അവർ മയ്യത്ത് മറമാടാൻ വേണ്ടി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ജനാസ നമസ്കരിക്കാൻ വേണ്ടി ജനാസ നമസ്കരിക്കുന്ന മുസല്ലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ ആ മയ്യത്ത് പള്ളിക്കുള്ളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി പറയുന്ന രംഗങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, എനിക്ക് അവർക്ക് വേണ്ടി നിസ്കരിക്കണം, നിങ്ങൾ ആ മയ്യത്തൊന്ന് പള്ളിയിലേക്ക് കയറ്റി വെക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പള്ളിയിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി പറയുകയാണ്, അവർക്ക് നമസ്കരിക്കാൻ വേണ്ടി. പലപ്പോഴും നബിയുടെ കാലഘട്ടത്തിലൊക്കെ നമസ്കാരം പള്ളിക്ക് പുറത്തുള്ള മുസല്ലയിൽ വെച്ചിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നമസ്കരിക്കാൻ വേണ്ടി മാത്രമായിട്ട് പള്ളിക്കുള്ളിലേക്ക് കയറ്റി വെക്കുന്നത് അവരാവശ്യപ്പെടുന്നത് കാണാൻ കഴിയും. അപ്പോൾ പെണ്ണിന് എങ്ങനെ നിസ്കരിക്കാൻ അവകാശമില്ല എന്ന് നമ്മൾ പറയുക? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും സ്വഹാബത്ത് ഒന്നടങ്കം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പ്രമാണങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ നമസ്കാരം നമ്മൾ തടയുക? പലപ്പോഴും പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കണമെന്ന് അറിവ് പോലുമില്ല, ഇത് ആണുങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു പണിയാണ് എന്ന ഒരു ധാരണയാണ് പല പെണ്ണുങ്ങൾക്കും ഉള്ളത്. അവർക്കും കിട്ടേണ്ട പ്രതിഫലം അവരും കൊടുക്കേണ്ട ഒരു ബാധ്യതയല്ല ഈ മയ്യത്തിന് അവരുടെ പ്രാർത്ഥന കൊണ്ട്. അതാണല്ലോ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അപ്പോൾ അവരുടെ കൂടി ഒരു ബാധ്യതയാണ് എന്ന് അവർ മനസ്സിലാക്കുക. അവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലത്തിൻ്റെ മേഖലയാണ് എന്നും അവർ തിരിച്ചറിയേണ്ടതുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ, സുവ്യക്തമായ മറുപടിയായിരുന്നു അത്. നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു ചോദ്യത്തിലേക്ക് ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ വന്ന ചോദ്യം നമുക്ക് പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയും പീസ് റേഡിയോയുടെ ലിജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. അയക്കുന്നുണ്ട് ആളുകൾ, ഒരുപാട് ആളുകൾ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ലൈവാണിത്, ലൈവ് നടക്കുന്ന ലിജാബയാണ്, പീസ് റേഡിയോയിലേക്ക് വിളിക്കാവുന്നതുമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മയ്യത്തിന് വേദനിക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഹദീസുകളിൽ, സഹീഹായ ഹദീസുകൾ തന്നെയാണ്, കസ്റു അളുമുൽ മയ്യത്തി കസ്രിഹി ഹയ്യൻ, ഒരു മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കുക, മയ്യത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ എല്ലിന് പൊട്ട് ഉണ്ടാക്കുക, മുറിവേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ല് പൊട്ടിക്കുന്നത് പോലെ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വേദന ഉണ്ടാകുമല്ലോ, അതേപോലെ വേദനയുണ്ടാകും എന്ന അർത്ഥമാണോ ഉള്ളത്? ആ ഹദീസിൻ്റെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത് ഫിൽ ഇസ്മി, പാപത്തിൽ രണ്ടും തുല്യമാണ് എന്നാണ്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടുകളിലാണ് അത് കാണുന്നത്. അപ്പോൾ പാപം എന്ന കാര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ
ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതും മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അകാരണമായി ഒരു മയ്യത്തിൻ്റെ ശരീരത്തിൽ ഒരു മുറിവേൽപ്പിക്കാൻ പാടില്ല. അത് കുളിപ്പിക്കുന്ന ആളുകളും അതേപോലെ തന്നെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നവരും മയ്യത്ത് കൈകാര്യം ചെയ്യുന്ന എടുത്തു വെക്കുന്ന അതേപോലെ തന്നെ ഉയർത്തി കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ നല്ല രൂപത്തിലായിരിക്കണം, വളരെ കെയറോട് കൂടിയായിരിക്കണം മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുകയും കുളിപ്പിക്കുകയും ചെരിച്ചു കിടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ അനാവശ്യമായി ഒരു മുസ്ലിമിൻ്റെ ശരീരം എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയും ചെയ്യരുത്. ഉറപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം, ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ കൊലപാതകമാണെങ്കിൽ ഒരിക്കലും ആ കൊലപാതകം നടത്തിയ വ്യക്തി രക്ഷപ്പെടാൻ പാടില്ല. കാരണം ഒന്നിൽ രക്ഷപ്പെട്ടാൽ വീണ്ടും അതുപോലുള്ളത് നടത്താൻ അദ്ദേഹത്തിന് പ്രേരകമാകും. അതുകൊണ്ട് അത് തെളിയിക്കപ്പെടൽ നിർബന്ധമാണ്. രണ്ടാമത്തൊന്ന്, അദ്ദേഹം ആകസ്മികമായ ഒരു മരണം, എന്തോ ഒരു പ്രത്യേക രോഗം ബാധിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് പിടികിട്ടാത്ത ഒരു രോഗം ബാധിച്ചുകൊണ്ടായിരിക്കും മരിച്ചിട്ടുണ്ടാകുക. ആ രോഗം എന്താണ് എന്ന് തിരിച്ചറിയുകയും അത് മറ്റുള്ളവർക്ക് പിടിപെടാതിരിക്കുകയും അങ്ങനെ വല്ല രോഗവും വരികയാണെങ്കിൽ അതിൻ്റെ മരുന്നെന്ത്, അതിനുള്ള പ്രതിവിധി എന്ത് എന്ന് കണ്ടെത്തുകയും ചെയ്യണം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യൽ അനുവദനീയമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്, ഫത്വകൾ നൽകിയിട്ടുണ്ട്. ഇതൊരു ആധുനിക വിഷയമാണല്ലോ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് അതിൻ്റെ നന്മകളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പഠിച്ച് അതിന് വിധി പറയേണ്ടത് അവരാണ്. അങ്ങനെ ലോകത്തുള്ള പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര മജ്ലിസുകൾ, അത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്നതാകട്ടെ, സൗദി അടക്കമുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഫത്വ ബോർഡുകൾ, ആ ഫത്വ ബോർഡുകളൊക്കെ ഇത് അനുവദനീയമാണ് എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. കാരണം അതിൻ്റെ നന്മകൾ വെച്ചുകൊണ്ട്. അതോടൊപ്പം അനാവശ്യമായി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേദനിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വേദനിക്കുമെന്നും വേദനിക്കില്ല എന്നും പ്രമാണത്തിൽ വന്നിട്ടില്ല. വേദനിക്കുമെന്നും വന്നിട്ടില്ല, വേദനിക്കില്ല എന്നും വന്നിട്ടില്ല. എന്നാൽ അത് വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മയ്യത്തിൻ്റെ ശരീരത്തിൽ മയ്യത്തിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കുക, അതിൻ്റെ എല്ല് പൊട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് പാപത്തിൽ വളരെ ഒരു മനുഷ്യൻ്റെ, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലെ തന്നെയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് വേദനിക്കും എന്നർത്ഥത്തിലല്ല, ആ മയ്യത്തിനോടുള്ള ഹുർമത്ത്, ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം. ജസാക്കുമുല്ലാഹു ഖൈറ. പോസ്റ്റ്മോർട്ടം എന്നത് ഒരു കാലികമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ നിയമസംഹിതയുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടിക്രമങ്ങളും ഒക്കെ ആവശ്യമായി വരും, നിർബന്ധമായി വരുന്ന ഘട്ടങ്ങളുണ്ട്. അത് പറഞ്ഞ പോലെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ചില രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നിർബന്ധമായും ചെയ്യേണ്ടി വരും. കാരണം ആ രോഗം വ്യാപിക്കുന്നൊരു സാഹചര്യം ഇല്ലാതിരിക്കാനും മറ്റും. അതെ, ചിലപ്പം പഠന വിധേയമാക്കേണ്ടി വരും. അതെ, അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം എന്നാണ്. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. വളരെ കാലികമായ ചോദ്യങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു പ്രഭാഷണം കേട്ടതുമായി ബന്ധപ്പെട്ട ഒരാളുടെ അനുഭവം പറയുകയാണ് സർ. ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാനിടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അദ്ദേഹം പറയുന്നു. ഒരു മയ്യത്ത് മറമാടുമ്പോൾ ആ ഖബറിൽ നിന്നും ഒരു പിടി മണ്ണെടുത്ത് സൂറത്തുൽ ഖദർ അഥവാ ഇന്നാ അൻസൽനാഹു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ ഓതി ആ മണ്ണിലേക്ക് ഊതി ആ മണ്ണ് മയ്യത്തിൻ്റെ ചാരത്ത് വിതറിയാൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് 7 പ്രാവശ്യം ഓതി ഊതാനാണ് പറയുന്നത് എന്നൊക്കെ ഒരു ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടു. ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ തൗഹീദ്
ഉറപ്പിക്കുക, നല്ല ഈമാനുള്ളവനായി മാറുക. നമ്മുടെ വിശ്വാസത്തിൽ ഒരു ഷിർക്കും കുഫറും വരാതിരിക്കാൻ, നിഫാഖ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനമായി ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ 70,000 ആളുകൾ ചോദ്യം ചെയ്യലില്ലാതെ, ഖബറിലെ ചോദ്യങ്ങളില്ലാതെ, നാളെ പരലോകത്ത് ചോദ്യമില്ലാതെ, ഒരു ശിക്ഷയില്ലാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞവരുടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം, അവർ തൗഹീദിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായങ്ങൾ തേടുക, അവനിൽ മാത്രം തവക്കുലാക്കുക, അവൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക തുടങ്ങി ഈ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ആ കാര്യം കൃത്യമാക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് ഏറ്റവും രണ്ടാമത്, പാപങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഖബറിൽ ശിക്ഷ കിട്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഏതൊരു പാപവും നമ്മൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ പേരിലൊക്കെ ഖബറിൽ ശിക്ഷിക്കപ്പെടും, പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു പാപമാകട്ടെ, ആ പാപങ്ങൾ ഒന്നും, ചില പാപങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂത്രം ഒഴിച്ചിട്ട് കൃത്യമായി കഴുകാത്ത ആളുകൾ, ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ മൂത്രം തെറിക്കുന്ന ആളുകൾ, അത് ഖബറിലെ ശിക്ഷയ്ക്ക് വിധേയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അത് ഖബർ ശിക്ഷയ്ക്ക് വിധേയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ്. ഇതിന് മാത്രമല്ല ഖബറിൽ ശിക്ഷയുള്ളത്, മറിച്ച് ഏത് പാപമാകട്ടെ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്തിട്ട് ഇല്ല എങ്കിൽ, അങ്ങനെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ പേരിലൊക്കെ ശിക്ഷിക്കപ്പെടാം. അതുകൊണ്ട് വേഗത്തിൽ ഇസ്തിഗ്ഫാറുകൾ നടത്തുക, തൗബ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഖബറിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലുള്ള ചില കഥകൾ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇത് ഈ ഉസ്താദ് വെറുതെ കളവ് പറഞ്ഞൊന്നുമല്ല, ചില കിതാബുകളിൽ ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ആ ഖബറിൽ നിന്ന്, ഖബർ കുഴിക്കുന്ന സമയത്ത് പുറത്തേക്കെടുത്ത മണ്ണുണ്ടാവുമല്ലോ, ആ മണ്ണിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ ഈ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. പക്ഷേ മുൻഗാമികളായ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ഈ സംഭവത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൂറത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന കെട്ടിയുണ്ടാക്കിയ കള്ള ഹദീസുകളുടെ കൂട്ടത്തിലാണ്. അതായത് ഓരോ സൂറത്തുകളെ സംബന്ധിച്ചും അതിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ചില ഹദീസുകളും ചില റിവായത്തുകളുമുണ്ട്. അധികവും പച്ചക്കള്ളം ഉണ്ടാക്കിയതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത ഇങ്ങനെ കളവൊന്നും പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. ചില സൂറത്തുകൾക്കും ചില ആയത്തുകൾക്കുമൊക്കെ ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന സൂറത്ത് ഓതിയാൽ ഇന്ന ഫലമുണ്ട്, ഇന്ന ഗുണമുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ചില സൂറത്തുകളുടെ പ്രത്യേകതകൾ, അതിൻ്റെ മഹത്വങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു ഹദീസാണിത്. അപ്പോൾ സൂറത്തുൽ ഖദറിന് അങ്ങനത്തെ ഒരു ശ്രേഷ്ഠതയില്ല. അങ്ങനെ ഒരാൾ ചെയ്തു എന്നതുകൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് നല്ല വിശ്വാസമുണ്ടാവുക എന്നതാണ്. നല്ല തൗഹീദ്, ഷിർക്ക് കടന്നു വരാത്ത വിശ്വാസമുണ്ടാവുക എന്നതാണ്. രണ്ടാമതായി പാപങ്ങളില്ലാത്ത ജീവിതം നയിക്കുക. അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യനാണല്ലോ, തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ സ്വാഭാവികമാണ്. അതുണ്ടാകുന്ന സമയത്ത് വേഗത്തിൽ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വയുർവ എന്ന് പറഞ്ഞ് ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നു, ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് കിതാബുകളിൽ തന്നെ ഉള്ളത്. ചില ഉസ്താദുമാരൊക്കെ അവരുടെ പ്രഭാഷണത്തിന്റെ ഒരു രസം അല്ലെങ്കിൽ ആക്കം കൂട്ടാൻ ഇങ്ങനെ കുറെ കഥകളൊക്കെ പറയും. അതെ, ആളുകളെ ഒന്ന് നന്മക്ക് വേണ്ടി പ്രേരിപ്പിക്കാൻ എന്ന നിലക്കൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞാൽ റസൂലിൻ്റെ പേരിലല്ല കളവ് പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പേരിൽ നബി പറയാത്ത കാര്യങ്ങൾ കളവുമായിട്ട് പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ സീറ്റുറപ്പിക്കുന്ന കാര്യമല്ലേ. ആളുകളെ
നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ എന്ന ഉദ്ദേശത്തിൽ റസൂൽ തന്നെ എല്ലാ നല്ല കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് ആ നല്ല കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ളതുണ്ട്. ജനങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള വഴി എല്ലാം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വകയായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതോ അത് നമ്മളിങ്ങനെ എടുത്ത് ആവർത്തിക്കേണ്ട ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ഇല്ല, ഒരു പണ്ഡിതനും അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇങ്ങനത്തെ ഒരുപാട് പ്രസംഗങ്ങൾ പലയിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ വ്യാപകമായതോടുകൂടി ആളുകൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ അപ്പം അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറയുകയാണ് എന്നുള്ള ഒരു പേടിയും ഭയവും അത് പറയുന്നവർക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ഉണ്ടാകണം എന്നതൊരു ഗൗരവം കൂടി അതിൻ്റെ ഇടയിൽ കൂട്ടിച്ചേർക്കുകയാണ്. അൽഹംദുലില്ലാ. നമുക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി വന്ന മറ്റൊരു ചോദ്യം. ആത്മഹത്യ ചെയ്യുന്നത് പാപമാണെന്നറിയാം, എന്നാൽ നമ്മുടെ മരണം നേരത്തെയാക്കണേ അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് മരിപ്പിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാമോ എന്നതാണ് ചോദ്യം. ആത്മഹത്യ പാപമാണെന്നറിയാം, പക്ഷെ എന്നെ നേരത്തെ മരിപ്പിക്കാമോ എന്ന് പ്രാർത്ഥിക്കാമോ എന്നാണ് ചോദ്യം. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മഹത്യ പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ആ ചോദിച്ചിട്ടുള്ളത്. ആത്മഹത്യ പാപമാണ്, പക്ഷേ മൂപ്പർക്ക് മരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതാണല്ലോ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാഹചര്യങ്ങൾ എന്തെങ്കിലും ആകാം. അതാ. പക്ഷെ ഒരിക്കലും നമ്മളൊരു വിശ്വാസിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ജീവൻ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അവൻ്റെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ അതിനെ തരണം ചെയ്യുക എന്നതാണ് അവൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ അവന് കഴിയണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യനും ലോകത്ത് ഇതുവരെ അവന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു പരീക്ഷണം അല്ലാഹു കൊടുത്തിട്ടില്ല. അത് കൊടുക്കൂല. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാരാ? പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരോട് പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് വിജയിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന കാരണത്താൽ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത്. നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിച്ചു പോകരുത് നിങ്ങൾക്ക് ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുടെ കാരണത്താൽ. അപ്പോൾ ഭൗതികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നഷ്ടങ്ങളാകാം, രോഗങ്ങളാകാം, മറ്റു പല പ്രശ്നങ്ങളുമാകാം. മരണത്തെ ആഗ്രഹിച്ചു പോകരുത് എന്നാണ്. മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര ആയുസ് കൂടിക്കിട്ടുന്നോ അത്രയും ഹൈർ ഉണ്ടാക്കാൻ കഴിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുന്നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ലഭിക്കുകയും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തയാളാണ്. അപ്പോൾ നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമുക്ക് മറുപടിയിലേക്ക് മടങ്ങി വരാം. ഒരു കോള് വെയിറ്റിംഗിലുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ അൽ ഇജാബ ലൈവ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. ഓക്കെ, അബ്ദുൽ ഖാദർ കോഴിക്കോട്. അബ്ദുൽ ഖാദർ ബറാമി കോഴിക്കോട്ടില. പിന്നെ ചോദ്യം, സംസ്കരണമാണല്ലോ ഇന്നത്തെ വിഷയം. അപ്പോ നമ്മളിപ്പോ തൽഫിയ ചെല്ലുണ്ട് അള്ളാഹുന്റെ സംബന്ധിച്ചുള്ള എന്ന് പറഞ്ഞിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ചൊല്ലിയതല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി എന്ത് ചെല്ലാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെല്ലുന്ന കാര്യമാണല്ലോ. ചോദ്യം, ജവാബ് എന്ന് പറയുന്നത് ഈ പണ്ഡിതനിൽ നിന്ന് വന്നതാണ് എന്നുള്ളതാണ് പറയേണ്ടത്. ഇങ്ങനെ ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതേ സമയം ഈ മയ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ ഇത് വന്നത്. ചോദ്യം മനസ്സിലായി കാണുന്നു. ചോദ്യം വ്യക്തമാണ്. തസ്ബീത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ തസ്ബീത്ത് ഏത് പണ്ഡിതനിൽ നിന്ന് വന്നതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട വ്യക്തി ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സലൂലഹു തസ്ബീത്ത്,
നിങ്ങൾ അദ്ദേഹത്തിന് നല്ല സ്ഥൈര്യം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഖബറിന് ഇടുക്കമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്താണ് ഒരാൾ ചെയ്യേണ്ടത്, ഒരാൾ ചൊല്ലേണ്ടത് എന്ന് നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ ആരോ ഒരാൾ ചെയ്ത പ്രവർത്തനമാണ് ഈ തസ്ബീത്തിൻ്റെ വാചകങ്ങൾ ഉണ്ടാക്കൽ. എന്തുകൊണ്ട് മലയാളത്തിലെ കേരളത്തിലെ ഒരാൾ ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ പറയുന്നു? കേരളത്തിന് പുറത്തേക്ക് പോയാൽ, ഇന്ത്യയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ ഈ തസ്ബീത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ് എന്ന് തുടങ്ങുന്ന ഈ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ഉണ്ടാക്കിയ ആൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വകയായിട്ട് കൂട്ടിച്ചേർക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ ഒരു കബറാളിക്ക് ആവശ്യമുള്ളത്, ഇതിനൊക്കെയാണല്ലോ അദ്ദേഹം വിധേയമാകുന്നത് എന്ന ഒരു നല്ല ഉദ്ദേശത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തതാണ്? ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആ സമയത്ത് അദ്ദേഹത്തെ എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒന്നാണ്. ആരെങ്കിലും ആ പ്രാർത്ഥന തസ്ബീത്ത് ചൊല്ലുന്ന സമയത്ത്, ഇത് പറയുന്ന സമയത്ത് ഈ പ്രാർത്ഥനയ്ക്ക്, ഈ ലഫ്ലുകൾക്ക് വല്ല മഹത്വവുമുണ്ട് എന്ന് വിശ്വസിക്കുകയോ അതൊരു പുണ്യമാണ് എന്ന് വിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബിദ്അത്തായി വരും. ഒരാൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഖബറാളിക്ക് ആവശ്യം, ഈ മറമാടുന്ന വ്യക്തിക്ക് ആവശ്യം എന്ന നിലക്ക് ആ പദങ്ങൾ ഉപയോഗിച്ചു എന്നതുകൊണ്ടൊരു തെറ്റ് പറയാൻ വയ്യ. എന്നാൽ അത് സ്ഥിരമായി അതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കുകയും അതിനൊരു പ്രത്യേക ഓർഡർ തന്നെ അത് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല. ഒന്ന്. രണ്ട്, നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന തസ്ബീത്തിൻ്റെ ഒരു രൂപമുണ്ട്. ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളവരിങ്ങനെ ഏറ്റു ചൊല്ലുക, അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഉറക്കെ ചൊല്ലുക. ഇത് രണ്ടും ശരിയല്ലാത്തൊരു പ്രവർത്തനമാണ്. ഇത് രണ്ടും ശരിയല്ല. തസ്ബീത്ത് ചൊല്ലേണ്ടുന്നത് ഓരോരുത്തരും അവരവരുടെ ചുണ്ടും നാവും അനക്കി ആത്മാർത്ഥമായി ശബ്ദം പുറത്തേക്ക് അങ്ങനെ കടന്നു വരാത്ത രൂപത്തിൽ ചൊല്ലുക എന്നതാണ് തസ്ബീത്ത് ചൊല്ലുന്നതിൻ്റെ ശരിയായ രൂപം. അതിന് ഈ പ്രത്യേക നമ്മുടെ നാടുകളിൽ ചെല്ലുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ വാചകങ്ങൾ വേണ്ടതില്ല. മറിച്ച് നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അറബി തന്നെ ആകേണ്ട ആവശ്യമില്ല. അള്ളാഹുവേ, നീ അദ്ദേഹത്തിന് സ്ഥൈര്യം നൽക്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽക് എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്ക്, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്ക് എന്ന് തുടങ്ങി ഓരോരുത്തർക്കും അവനവന് കഴിയുന്ന രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. അതിന് അറബി വാചകം തന്നെ വേണമെന്നില്ല. അതുകൊണ്ട് ഈ വാക്കുകൾക്ക് ഒരു അപ്രമാദിത്വം കൽപ്പിക്കുന്ന, അതിനൊരു മഹത്വം കൽപ്പിക്കുന്ന രൂപമേ പാടില്ല. അതിങ്ങനെ ഉറക്കെ ചൊല്ലി ബാക്കിയുള്ളവർ ഏറ്റുചൊല്ലുന്ന രൂപം പാടില്ല. എല്ലാവരും കൂടി കൂട്ടമായി ഉറക്കെ ചൊല്ലുന്ന രൂപവും ഒന്നും ശരിയല്ലാത്തതാണ്. മറിച്ച് ഓരോരുത്തരും അവരവരുടെ ശബ്ദം അവരവർ കേൾക്കുന്ന രൂപത്തിൽ വളരെ പതുക്കെ ചൊല്ലുക എന്നതാണ് അതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അലം. വ്യക്തമായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇയ്യാക്കും റേഡിയോ അൽ-ഇജാബയിലേക്ക് വിളിച്ചതിന് നന്ദി. അൽഹംദുലില്ലാ. തസ്ബീത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷനാണ് നടന്നത്. അൽഹംദുലില്ലാ. പൊതുവെ നമ്മുടെയൊക്കെ നാടുകളിൽ ഇങ്ങനെ ഒരു ചൊല്ലാറുണ്ട്. പക്ഷെ പുണ്യം പ്രതീക്ഷിച്ച് ചൊല്ലുമ്പോൾ അതൊരു വിദഅത്തായി മാറും. ആ വാക്കുകൾക്കൊരു പുണ്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തന്നെയാണ് ചെല്ലേണ്ടത് എന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വാചകം പഠിപ്പിച്ചിട്ടില്ല. തസ്ബീത്തിനെ ചോദിക്കണം എന്ന ഒരു പൊതുവായ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ജസാക്കുമുല്ലാഹു ഖൈറ. ഏതായാലും നമുക്ക് നേരത്തെ കുറച്ച് പകുതിയാക്കി വെച്ച ആ ഒരു ആത്മഹത്യ ചെയ്യുന്നത് പാവമാണെന്നറിയാം, എന്നാൽ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ജീവിതത്തിൽ അവനവന് ഓരോരുത്തർക്കും അവരവരുടേതായ ഈമാൻ ഉണ്ടല്ലോ. ആ ഈമാൻ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയാത്തതൊന്നും ഉണ്ടാവില്ല, അത് അല്ലാഹ് നൽകൂല. പക്ഷേ എൻ്റെ ദുർബലമായ ഈമാൻ കൊണ്ട് എനിക്ക് താങ്ങാൻ കഴിയാത്ത, എൻ്റെ ഈമാൻ സംരക്ഷിച്ച് ഇനി അങ്ങോട്ട് ജീവിച്ചു പോകാൻ കഴിയൂല എന്നൊക്കെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അല്ലാഹുമ്മ ഇൻകാനത്തിൽ ഹയാത്തു ഖൈറല്ലി ഫ അഹീനി വ ഇൻകാനത്തിൽ മമാത്തു ഖൈറല്ലി ഫ അമിത്നി. അള്ളാഹുവെ, എനിക്ക് ജീവിതമാണ് ഖൈർ എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ, ഈ പ്രയാസം എന്നിൽ നിന്ന് അകറ്റണമേ. അതല്ല, എനിക്ക് മരണമാണ് ഖൈർ എങ്കിൽ നിനക്കാണെല്ലാം അറിയുക, എന്നെ നീ മരിപ്പിക്കണമേ എന്ന രൂപത്തിലാണ് ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി ഈ പരീക്ഷണം തന്നെ ദീനിൻ്റെ രംഗത്തുള്ളതാണെങ്കിലോ, ഈ പരീക്ഷണം തന്നെ ദീനിൻ്റെ രംഗത്തുള്ളതാണ്. പരീക്ഷണത്തിന് വിധേയമായാൽ ഒന്നുകിൽ ദീൻ നഷ്ടപ്പെടും, ദീൻ ഒഴിവാക്കിയിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി മരിക്കേണ്ടി വരും എന്ന ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവൻ മരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അവിടെയാണ് മരണത്തിന് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പരീക്ഷണങ്ങൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ദീന്, ആ പരീക്ഷണത്തിന് വിധേയമാവുകയാണെങ്കിൽ മരിക്കേണ്ടി വരുമെങ്കിൽ നമ്മൾ മരണം തിരഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള പരീക്ഷണങ്ങളാണ് എങ്കിൽ അവിടെ ആ രൂപത്തിൽ സഹിക്കാൻ കഴിയുന്നിടത്തോളം സഹിച്ചിട്ടും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ റബ്ബിലേക്ക് വിടുക എന്നതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നർത്ഥം. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ്. അതോടൊപ്പം ഇത്തരത്തിലുള്ള രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുന്നതും മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും അനുവദനീയമല്ല എന്നതുമാണ് മനസ്സിലായത്. അതോടൊപ്പം അത്ര കണ്ട് വളരെ അസഹനീയമായ ബുദ്ധിമുട്ട് വരുമ്പോൾ പടച്ചവനെ, എനിക്ക് ജീവിതമാണ് നല്ലതെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ, അതല്ല മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ മരിപ്പിക്കണേ എന്നതും നബി സല്ലല്ലാഹു വാചകമാണ് ഉസ്താദ് ഓർമ്മിപ്പിച്ചത്. അൽഹംദുലില്ലാ. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക്, ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി വന്ന ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇങ്ങനെയാണ് സർ: നാം ജനിച്ച ദിവസം തന്നെ ആയിരിക്കും നമ്മുടെ മരണവും എന്ന് പറഞ്ഞു കേട്ടു. നാം ജനിച്ച ദിവസം തന്നെ ആയിരിക്കും നമ്മുടെ മരണവും എന്ന് പറഞ്ഞു കേട്ടു. ഇപ്രകാരം നമ്മെ പടക്കാൻ എവിടെ നിന്നാണോ അഥവാ സൃഷ്ടിക്കാൻ എവിടെ നിന്നാണോ മണ്ണ് എടുത്തത് അവിടെയായിരിക്കും നമ്മുടെ ഖബറ് വരിക എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇത് ശരിയാണോ? പറഞ്ഞു കേട്ട വിവരം തന്നെ ഉള്ളൂ. അള്ളാഹുവിൻ റസൂൽ ഏതായാലും പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞത് ഏതായാലും ശരിയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യവുമാണ്. അതായത് ജനിച്ച ദിവസം തന്നെ. അപ്പോൾ ഇന്ന് ജനിച്ച് നാളെ മരിക്കുന്ന കുട്ടികളില്ലേ? അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച അല്ലേ? അപ്പോൾ ബുദ്ധിപരമായിട്ട് തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അത് തെറ്റാണെന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്നുണ്ട് അല്ലേ? ഇന്ന് ജനിച്ച് നാളെ മരിക്കുന്ന കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും അത് ശരിയല്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രമാണങ്ങളിലൊന്നും ഏതായാലും ഇല്ല. പിന്നെ ആരോ പറഞ്ഞു കേട്ടു എന്ന് പറയുന്നത് ഏതായാലും ശരിയല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. ഇതുപോലുള്ള കുറേ കെട്ടുകഥകൾ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്കിടയിൽ പ്രചരിച്ച ചില സംഭവങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതൊന്നും അധികവും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം. കുറച്ചും തമാശ രൂപത്തിലുള്ള ചോദ്യവും ഉത്തരവുമാണെങ്കിലും ഗൗരവമാണ് വിഷയം. കാരണം ഈ സോഷ്യൽ മീഡിയയൊക്കെ വ്യാപിച്ചപ്പോൾ ഈ കാലക്കീലകൾ, കെട്ടുകഥകൾ വല്ലാതെ വരികയും അതിൽ ജനം വിശ്വസിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരു പ്രയാസകരമായ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ആരും പറയാത്ത, ഞാൻ മാത്രം പറയുന്ന ചില കാര്യങ്ങൾ അതിലൂടെ ശ്രദ്ധിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. പ്രശസ്തിക്ക് വേണ്ടി ഞാൻ മാത്രം, ആദ്യമായിട്ട് ഞാനായിരിക്കും അത് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ കിതാബുകളിൽ ആരോ എഴുതി വെച്ച സാധനങ്ങളുണ്ടാവും, ഒന്നും ഒരടിസ്ഥാനം ഉണ്ടാവില്ല. അത് പണ്ഡിതന്മാർ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഉദ്ധരിക്കാതിരിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്തു ഇത്രയും കാലം. എന്നാൽ ഇന്ന് എല്ലാവർക്കും പറയാനുള്ള വേദി തുറന്നിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് ഓരോരുത്തരും ആളാകാൻ വേണ്ടി എന്ന് തന്നെ നമുക്ക് പറയാം, അതിനു വേണ്ടിയാണ് ഇത്തരം ദുർബലവും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുമൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊന്നും ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, വലിയ കുറ്റമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കിവിടെ കുറച്ച് പ്രശസ്തിയും ആളുകൾക്കിടയിൽ കുറച്ച് പോപ്പുലാരിറ്റിയും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് ഇത്തരം വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം
ജനങ്ങളോട് പറയാൻ വേണ്ടി നിൽക്കുക. അതിൻ്റെ അനന്തരഫലങ്ങൾ നന്മയായിരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം പറയുക എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്നാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ പ്രസംഗങ്ങളും അതേപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളുമൊക്കെ ഓരോ വിവരങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നത്. എന്തെങ്കിലുമൊക്കെ ഇട്ട് ആളുകൾക്കിടയിൽ ഒരു ചർച്ചയാക്കുക എന്നതിനപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്നത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം, ശരിയാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമതായിട്ട് അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കും എന്നും ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം. ജസാക്കുമുല്ലാഹു ഖൈറ. വർഷങ്ങളായി രാപ്പകൽ വ്യത്യാസമില്ലാതെ പീസ് റേഡിയോ ഓരോ ജനഹൃദയങ്ങളിലേക്കും അവരുടെ ഓരോ നൈരന്തര്യ വിഷയങ്ങൾ, ജീവിതത്തിലെ നിത്യേനയുള്ള വിഷയങ്ങളിൽ, സംശയങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനൊരു പരിഹാരമാർഗം നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഇന്ന് അൽഹംദുലില്ലാ ഹംസ മദീനിക്കൊപ്പം അൽ ഇജാബ ലൈവ് എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ളവർക്ക് 90-20-840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഉസ്താദ്, നമുക്ക് ഒരു ചോദ്യം കൂടി ഇൻഷാ അല്ലാ ചോദിക്കാം എന്ന് തോന്നുന്നു. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി വന്നത് ഒരു മരണപ്പെട്ടവർക്ക് വേണ്ടി യത്തീംഖാനയിൽ ഭക്ഷണം കൊടുത്ത് ആ നന്മ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുന്നത് നല്ലതല്ലേ? അതിൻ്റെ കൂടെ അവിടുത്തെ കുട്ടികളോടും മറ്റും ഖുർആൻ പാരായണം ചെയ്ത് അഥവാ ഖത്തം ഓതി ദുആ ചെയ്യിക്കുന്നതിൻ്റെ വിധി എന്താണെന്നറിയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരിച്ച ആളുകൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സ്വതക്ക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാർത്ഥന അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരിച്ച ആളുകൾക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ മരിച്ചവർക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ മരിച്ച ആളുകൾക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യാം. പ്രത്യേകിച്ച് യത്തീംഖാനകളിലും മറ്റുമൊക്കെയുള്ള സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ മതസ്ഥാപനങ്ങൾ, അവിടെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന, ദീനി വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ കുട്ടികളുണ്ടാവും. പള്ളി ദർസുകളിൽ ആകട്ടെ, അതേപോലെ തന്നെ അറബി കോളേജുകളെപ്പോലുള്ള ശരിയാ കോളേജുകളെപ്പോലുള്ള സ്ഥാപനങ്ങൾ, അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ആ ഭക്ഷണം കൊടുക്കുന്നത് തന്നെ എൻ്റെ വാപ്പക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം, എൻ്റെ ഉമ്മക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തിലാവുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടും. പോരാത്തതിന് അവരുടെ കൂടി പ്രാർത്ഥന കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിപ്പോൾ നിങ്ങൾ നമസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണമെന്ന് പറയാം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സൽക്കർമ്മം മുൻനിർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയാം. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ അർഹമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളായിട്ട് എന്തും ചെയ്തിട്ട്, ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള ഒരു സൽക്കർമ്മമാണല്ലോ, ആ സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതൊക്കെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുക എന്നതല്ല. അവർ ഖുർആൻ ഓതുന്നു, ആ ഖുർആൻ ഓതിയത് മുൻനിർത്തിയിട്ട് പഠിച്ചോനെ അള്ളാഹു നിൻ്റെ മാർഗത്തിലാണ് ഞാൻ ഈ ഖുർആൻ പാരായണം ചെയ്തത്, എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടണം, ഈ സൽക്കർമ്മം മുൻനിർത്തിക്കൊണ്ട് നീ അയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഒരു കുട്ടിക്ക് പറയുന്നതിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതൊരു തവസ്സുലാണ്, അനുവദിക്കപ്പെട്ട തവസ്സുലുകളിൽപ്പെട്ടതാണ് സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇയാൾക്ക് വേണ്ടിയല്ല ഇവർ ഓതുന്നത്, മറിച്ച് അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഓതുന്നു. ആ സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ശരിയായ രൂപമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലാഹു അലം. അവിടെയുള്ള കുട്ടികളെ കൊണ്ട് ഖത്തം ഓതിപ്പിക്കുക എന്നുള്ളതും ഒരു പതിവുണ്ട്. കുട്ടികൾ ഓതിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഖത്തം ഓതുന്നത് ഇയാൾക്കും വേണ്ടിയിട്ടാകരുത്. ഖത്തം ഓതുന്നത് ആ കുട്ടികൾക്കും വേണ്ടിയിട്ട്, പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്,
ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുക എന്ന് പറയുന്നത് പുണ്യമായ കാര്യമാണ്. ആ കുട്ടികൾ അവർക്ക് വേണ്ടി അവർ എന്ത് ചെയ്യട്ടെ, സൽക്കർമ്മം ചെയ്യട്ടെ. ആ സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ പാടുള്ളൂ. അതല്ലാതെ ഇയാൾക്കും വേണ്ടിയിട്ട് ഖുർആൻ ഓതുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ദീനിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ സ്വതക്ക കൊടുത്താൽ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതല്ലാതെ അവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് കിട്ടുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് നിർവാഹമില്ല. അല്ലാഹു അലം. ബാറക്കല്ലാഹു ഫീക്കും. ഏതായാലും അൽഹംദുലില്ലാ വളരെ വ്യക്തമായ മറുപടിയാണ്. നമുക്കൊരു ചോദ്യം കൂടി നോക്കാം. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി വന്ന കുറച്ച് ദീർഘമായൊരു ചോദ്യമാണ്. എന്താണ്? 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തത് മുതൽ മറമാടുന്നത് വരെ നിനക്ക് ശുദ്ധിയുണ്ടെങ്കിൽ നീ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. ഈ വസിയ്യത്ത് സ്വീകരിക്കാൻ എനിക്ക് പറ്റുമോ? 8-10 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദർശം മാറി വന്നത്. ഉമ്മാക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള അറിവില്ല. ആദ്യമൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഉമ്മ വർഷങ്ങളായി കിടപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പിതാവിൻ്റെ ഉമ്മ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ മറമാടുന്നത് വരെ സൂറത്തുൽ ചോദിക്കുന്നത് ഒരു പെണ്ണാണ് എന്നർത്ഥം. അങ്ങനെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. ഈ വസിയ്യത്ത് ഞാൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വല്യമ്മയുടെ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നതാണ് ആ വസിയ്യത്ത്. കാരണം മരിച്ച മയ്യത്തിന് വേണ്ടി ഖബറടക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അവർ ഖബറടക്കുന്ന ആ ഒരു സമയത്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ചില റിപ്പോർട്ടുകളിലൊക്കെ വരികയും അത് ശരിയാണ് എന്ന് ചില ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, മരിച്ച മയ്യത്തിന് വേണ്ടി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആ വല്യമ്മയുടെ ഒരു തെറ്റിദ്ധാരണ, ഒരു അറിവില്ലായ്മയിൽ നിന്ന് വന്നതാണ് ആ വസിയ്യത്ത്. അതുകൊണ്ട് അവർക്ക് ഈ കുട്ടി ചെയ്തു കൊടുക്കണം, എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്നാണല്ലോ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് വല്യമ്മക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കുക. അതിനേക്കാളും ഉത്തമമായ എന്തൊക്കെയോ നന്മകളുണ്ട് വല്യമ്മക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, യത്തീംഖാനയിലേക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുക്കുക, പള്ളിയിലേക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുക്കുക, പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെ നല്ല സൽക്കർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുക. അതിലേറെ പ്രധാനം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. ആത്മാർത്ഥമായി അവർക്ക് പൊറുക്കലിനെ തേടുക എന്നതൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല കാര്യങ്ങൾ. അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെയോ ഒരു അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ഒരു വസിയ്യത്ത് ചെയ്താൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ആ വസിയ്യത്ത് നിറവേറ്റാൻ നിൽക്കുകയല്ല വേണ്ടത്. ആ വസിയ്യത്ത് ചെയ്യാൻ കാരണം എന്താണ്? അവർക്ക് ഈ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ കിട്ടണം എന്നതാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നന്മകൾ അവർക്ക് കിട്ടുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. വല്ലാഹു അലം. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. ഒരുപാട് തെറ്റിദ്ധാരണകൾ തീർക്കാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട ലൈവ് എപ്പിസോഡായിരുന്നു ഇത്. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി വന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം അൽഹംദുലില്ലാഹ് നൽകാൻ പീസ് റേഡിയോയിലൂടെ ബഹുമാനപ്പെട്ട ഹംസ മദീനി അവர்களுടെ സാധിച്ചു. അതുപോലെ തന്നെ ഒരു വ്യക്തി നമ്മോട് ചോദ്യം ചോദിക്കുകയുമുണ്ടായി. ഒരുപാട് ആളുകൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളൊന്നും കൂടുതലില്ലാത്ത സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പീസ് റേഡിയോ നൽകുന്ന തണുപ്പും സമാധാനവും അല്ലിജാബ എന്ന പ്രോഗ്രാമിലൂടെ മറ്റു പല എപ്പിസോഡുകളിലൂടെ അവരുടെ ജീവിതത്തിലെ ഒരു നിത്യ കൂട്ടുകാരനെ പോലെ പീസ് റേഡിയോ അവരോടൊപ്പം അവരുടെ സംശയങ്ങൾക്കൊരു ഉത്തരവുമായി ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ എന്നും ഇതേപോലത്തെ പ്രോഗ്രാമുകളുമായും ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ഈ അല്ലിജാബയുടെ ഈ ലൈവ് എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.